രേണുവിനെ ഞാൻ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. രേണുവിന്റെ കരിയർ രേണു നോക്കിക്കോട്ടെ, നോ പ്രോബ്ലം. എനിക്ക് അതിനൊന്നും ഒരു വിഷയമില്ല. എനിക്ക് അതിനകത്തൊരു ഈഗോ ഇല്ല, കുശുമ്പില്ല. പിന്നെ സുജന അന്ന് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എൻ്റെ അമ്മയും കൈവിടത്തില്ലെന്ന്. പക്ഷേ കൊട കൊടുക്കാൻ പാടില്ലായിരുന്നല്ലേ? പക്ഷെ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല ഇപ്പോഴും. ഹലോ ഗൈസ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിറോസിനെ അറിയാമല്ലോ. രേണു സുധിക്ക് വീട് വെച്ചു കൊടുത്ത ആളാണ് ഫിറോസ്. കഴിഞ്ഞ ആഴ്ച ഈ രേണു സുധിയും ഫിറോസും തമ്മിലുള്ള വാക്ക് തർക്കങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. അതായത് പബ്ലിക്കിൽ വന്നിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ ഇപ്പൊ അതൊന്നും അല്ല വിഷയം. ഈ ഫിറോസ് രേണു സുധിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിറോസിനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഈ അച്ഛനും മോളും കൂടി, ഈ രേണു സുധിയും അച്ഛനും കൂടി വന്നിട്ടിട്ട് പബ്ലിക്കായിട്ട് നാറ്റിക്കുകയാണ് ചെയ്യുന്നത്, ഓരോന്നോരോന്ന് പറഞ്ഞിട്ട്. അതിനെതിരെ 1 കോടി രൂപ നഷ്ടപരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട് ഈ ഫിറോസ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. ബെഡ്റൂമൊക്കെ എടുക്കുക എന്ന് പറഞ്ഞ ആളുള്ളപ്പോൾ പറഞ്ഞിട്ടൊക്കെ അല്ലേ എടുക്കേണ്ടത്. അത് ആരെ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതെന്തെങ്കിലും പറയട്ടെ. കിച്ചു, എൻ്റെ മകൻ കിച്ചുവിൻ്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ. കിച്ചു എന്തായാലും മീഡിയയ്ക്ക് മുന്നേ വന്ന് രേണുമ്മ അങ്ങനെയാണ് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം പിന്നെ അതിനകത്തൊന്നും പ്രസക്തിയില്ലേ ചെയ്ത് വിട്ടേ. ആ വീടിൻ്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കിടന്നല്ലല്ലോ. ഞങ്ങൾ ആരും ഇല്ലാതെ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ഇത് കണ്ടു, ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞു കിടന്നതിന് വേറൊരു വീഡിയോ. അത് ആരെ എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല. അവിടെ വീട്ടിലാരും ഇല്ലായിരുന്നു. ഞായറാഴ്ച എങ്ങാണ്ട് വന്ന്. ഇത് രേണു സുധി ചോദിച്ചു വാങ്ങിച്ചതാണ്. കാരണം അദ്ദേഹം ദാനമായിട്ട് കൊടുത്തതാണ് ഈ വീട് രേണുവിനും മക്കൾക്കും താമസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഈ ഫിറോസിനെ കുറ്റം പറഞ്ഞിട്ട് ഈ പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെ ആക്ഷേപിക്കുമ്പം അദ്ദേഹം അത് കേട്ടോണ്ടിരിക്കുവോ? ഒരു മനുഷ്യൻ കേട്ടോണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? ഇക്കാലത്ത് സഹായിക്കാനും പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇപ്പൊ കേസ് കൊടുത്തിരിക്കുകയാണ്, മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ്. എങ്ങനെ കൊടുക്കാതിരിക്കും? ഇതൊക്കെയല്ലേ കയ്യിലിരിപ്പ് കാണിക്കുന്നത്. രേണു ഇങ്ങനെ പബ്ലിക്കിൽ വന്നിരുന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ, അതായത് ഫിറോസിന്റെ കരിയറിന് തന്നെ ദോഷകരമായിട്ട് ബാധിക്കും. അതൊക്കെ കാരണമാണ് കേട്ടോ. എന്തായാലും ഈ ഫിറോസ് ഇപ്പം സുധിലയം എന്നുള്ളൊരു നെയിം ബോർഡ് അവരുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിരുന്നല്ലോ. രേണു സുധിയുടെ വീടിന്റെ ഫ്രണ്ടിൽ സുധിലയം എന്നുള്ളൊരു ബോർഡ് വെച്ചിരുന്നു. ഇപ്പൊ എന്തായാലും ആ ബോർഡ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. അതായത് ഫിറോസ് വന്ന് ബോർഡ് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അവരുടെ ഒരു ചാരിറ്റിയുടെ നെയിമും അതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അതങ്ങ് ഒഴിവാക്കിയിട്ട് സുധിലയം എന്ന് മാത്രമാക്കിയിട്ട് നെയിം ബോർഡ് ഇനി വെക്കുമായിരിക്കാം. എന്തായാലും രേണു സുധിയുടെ ഒരു ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. അതിന്റെ ചെറിയ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. താങ്ക് യു സോ മച്ച് KHDC. അവർ വന്ന് അതിൻ്റെ ലീക്കെല്ലാം ചില്ലിട്ട് തന്നു. ഒരുപാട് നന്ദി. അതല്ലേ വെള്ളം വീണ് നമ്മൾ തെന്നി വീഴത്തില്ല, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. ഒത്തിരി താങ്ക്സ്, നന്ദി. ആദ്യം അവർ ഭയങ്കരമായിട്ട് വിമർശിച്ചിട്ടേ ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് പിന്നെ വന്ന് നിസ്സാരമായിട്ട് അവർ ചെയ്തു തരുന്നു. എന്തുകൊണ്ടായിരിക്കും? അവരുടെ തോന്നല, അവർക്ക് തോന്നിക്കാണും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നിവൃത്തിയില്ല എന്നെ കൊണ്ട്. രേണു പറയുന്നത് കേട്ടോ, വീട്ടിൽ ആരും ഇല്ലാതിരുന്ന സമയത്ത് വീടിനുള്ളിൽ കയറി വീഡിയോ എടുത്തു എന്ന്. ഏത് സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുധി മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ വീട് ചോരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ചോർച്ച മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഫിറോസ് ആളിനെ വിട്ടിരുന്നു. അങ്ങനെ അവര് ആ ചോർച്ച മാറ്റാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആ പണികളാണ് ആ വീഡിയോസ് ആയിട്ട് നമ്മൾ കണ്ടത്. അല്ലാതെ അവരുടെ ബെഡ്റൂമിൽ ഇടിച്ചു കയറിയിട്ട് ആരും വീഡിയോ എടുക്കാനൊന്നും പോയതല്ല. ആ ഫിറോസ് ജോലിക്കാരെ വിട്ടിട്ട് അത് ചെയ്തു കൊടുത്തതിന് നന്ദി കാണിക്കുകയാണ് ഇപ്പോഴും. കണ്ടില്ലേ, ഇതൊക്കെയാണ് കയ്യിലിരിപ്പ്. രേണുവിനിപ്പം നിവൃത്തിയില്ലാതിരിക്കുമല്ലേ. അപ്പൊ പിന്നെ ആരെങ്കിലും ഒക്കെ ഒന്ന് ചെയ്തു കൊടുക്കണ്ടേ അതൊക്കെ.
ഫിറോസ് ഇപ്പൊ സ്വന്തം ക്യാഷ് കൊടുത്തിട്ടാണ് ഇപ്പൊ ഈ ചോർച്ചകളൊക്കെ മാറ്റി കൊടുക്കുന്നത്, ഈ പണികളൊക്കെ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ഷേപിക്കുവാണ്. സോഷ്യൽ മീഡിയ വന്നിരുന്നിട്ട് എന്റെ വീട് ചോരുവാണ്, ഫിറോസ് തന്ന വീട് ചോർച്ചയാണ്, അത് താമസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ആക്ഷേപം. അപ്പൊ അതൊക്കെ എത്രയെങ്കിലും കേട്ടോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്വന്തം പൈസ ഉപയോഗിച്ചിട്ടാണ് ഇപ്പൊ ഈ ചോർച്ചകളൊക്കെ മാറ്റി കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആദ്യം ഒരു വോയിസിലൂടെ മാത്രം പറഞ്ഞ് ആ വഴിക്ക് പോവാമെന്ന് കരുതിയിരുന്ന തീർച്ചയായിട്ടും വാണിംഗ് മാത്രം കൊടുത്തതാണ് ബ്രോ. ഞാൻ എങ്ങനെങ്കിലും നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഇവളുടെ സംസാരം നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, പേടിച്ചിട്ടെങ്കിലും നിർത്തുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷെ നിർത്തിയില്ല. പക്ഷെ അതിനുശേഷം കൂടുതലാണ് എല്ലാം കൂടുതലായിരുന്നു. ഇന്നലെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് മര്യാദയ്ക്ക് നിർത്തി പൊക്കോളാൻ പറ, ഇല്ലെങ്കിൽ അവളുടെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും, അവൾ എന്താണെന്നുള്ളത് പുറത്ത് വലിച്ചിടും. ഇടട്ടേന്നേ, നേരിടാൻ തയ്യാറാണല്ലോ ഞാൻ. എന്തായിരിക്കും പുറത്ത് വലിച്ചിടാൻ പോകുന്നത്? രേണു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നതാണ്, ഞാൻ നെഗറ്റീവ് കമന്റുകൾ ഒന്നും നോക്കാറേയില്ല, ശ്രദ്ധിക്കാറേയില്ല, ഒന്നുമില്ല. ഈ നോക്കാറില്ല എന്ന് പറഞ്ഞ ആള് തന്നെ ഇപ്പൊ വന്നിട്ട് പറയുന്നത് എന്താ, നിങ്ങളിടുന്ന നെഗറ്റീവ് കമന്റുകളാണ് എന്റെ വിജയം, ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പം രേണു വന്ന് പറയുന്നത്. അപ്പൊ ഇനി ഈ വരുന്ന നെഗറ്റീവുകളൊന്നും കാണാഞ്ഞിട്ടാ ചെയ്യേണ്ട ഒരു സമയം നമുക്ക് പൈസ ഒക്കെ കുറേ കഴിയുമ്പോൾ ചെയ്യണമെന്ന് തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ എന്തായാലും അവർ ചെയ്തു തന്നല്ലോ, അപ്പോൾ നമ്മളൊന്നും പറയണ്ട. താങ്ക് യു സോ മച്ച്, അവർക്ക് നന്ദി. ആവോ അറിയില്ല, ഞാൻ അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കുന്നില്ല. ആവോ അറിയില്ല. എന്തായാലും ബിഗ് ബോസിൽ വരുമല്ലോ, അപ്പോ അറിയാം രേണുവിന്റെ റിയൽ ക്യാരക്ടർ എന്താണെന്ന്. കുറെ നാൾ എന്തായാലും അതിനകത്ത് നിൽക്കുമായിരിക്കും. കാരണം അത്രയധികം പബ്ലിക്കിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോ കുറെ ആൾക്കാരൊക്കെ സപ്പോർട്ടുണ്ട്. അപ്പോൾ കുറെ നാളൊക്കെ അതിനകത്ത് നിൽക്കുമായിരിക്കാം. ചിലപ്പം കപ്പുമായിട്ട് തന്നെ പുറത്തേക്ക് വരുമായിരിക്കാം. എന്തായാലും അത് കണ്ടറിയാം. പിന്നെ ഈ രേണുസുതി പറയുന്നുണ്ട്, അതായത് കൊല്ലസുതിയുടെ രണ്ടാം ഭാര്യയായ വീണാസുതിയെ കുറിച്ചിട്ട് ചോദിക്കുമ്പോൾ ഈ രേണുസുതി പറയുന്നത്, എനിക്ക് ഇങ്ങനെ ഒരാളെ അറിയത്തേ ഇല്ല എന്ന്. എന്തായാലും നല്ല കാര്യം. ഇന്നാളൊക്കെ പറയുന്നുണ്ട് അവരങ്ങനെയാണ്, ചാറ്റ് ചെയ്യുമായിരുന്നു, മറ്റേത് ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ ഓരോരോ ഡയലോഗ് അടിക്കുമായിരുന്നു. ഇപ്പൊ പറയുന്നത് എനിക്ക് അവരെ അറിയത്തേ ഇല്ല എന്ന്. രേണുവിനെ ഞാൻ ദ്രോഹിക്കാൻ വന്നിട്ടില്ല. രേണുവിന്റെ കരിയർ രേണു നോക്കിക്കോട്ടെ, നോ പ്രോബ്ലം. എനിക്ക് അതിനൊന്നും ഒരു വിഷയമില്ല. എനിക്ക് അതിനകത്തൊരു ഈഗോ ഇല്ല, കുശുമ്പില്ല. പിന്നെ വന്നേക്കുന്ന ബിഗ് ബോസിലേക്ക് പോകാനുള്ള ഒരു ഇതാണെന്ന് പറഞ്ഞു. ഒരിക്കലും ബിഗ് ബോസുകാർ വിളിച്ചാലും ഞാൻ പോകില്ല. യഥാർത്ഥത്തിൽ ആദ്യം ഒരു വോയിസിലൂടെ മാത്രം പറഞ്ഞ് ആ വഴിക്ക് പോവാമെന്ന് കരുതിയിരുന്ന വാണിംഗ് മാത്രം കൊടുത്തതാണ് ബ്രോ. ഞാൻ എങ്ങനെങ്കിലും നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, ഇവളുടെ സംസാരം നിൽക്കുന്നെങ്കിൽ നിൽക്കട്ടെ, പേടിച്ചിട്ടെങ്കിലും നിർത്തുമല്ലോ എന്ന് ഞാൻ കരുതി. പക്ഷെ നിർത്തിയില്ല. പക്ഷെ അതിനുശേഷം കൂടുതലാണ് എല്ലാം കൂടുതലായിരുന്നു. ഇന്നലെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളോട് മര്യാദയ്ക്ക് നിർത്തി പൊക്കോളാൻ പറ, ഇല്ലെങ്കിൽ അവളുടെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും, അവൾ എന്താണെന്നുള്ളത് പുറത്ത് വലിച്ചിടും. ഇടട്ടേന്നേ, നേരിടാൻ തയ്യാറാണല്ലോ ഞാൻ. എന്തായിരിക്കും പുറത്ത് വലിച്ചിടാൻ പോകുന്നത്? എന്തായാലും ഇപ്പൊ വീണാസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പൊ വീണാസുതി രംഗത്ത് വന്നിട്ട് ഈ രേണുസുതിയുടെ കള്ളത്തരങ്ങൾ മൊത്തം പൊളിച്ചടുക്കുകയാണ്.